ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണ് ഞങ്ങളുടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കേട്ടോ. അപ്പം അതിന് വേണ്ടി പോവാണ്. അപ്പം അമ്മയെ വോട്ടിന് കൊണ്ടുപോകാറില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിന്നേട്ടം പറഞ്ഞിട്ടൊന്നും അമ്മ പോയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം അച്ഛൻ്റെ പെങ്ങളെ മോൻ കൊണ്ടുപോകില്ല. ഇപ്പം വണ്ടിയും കൊണ്ട് വരാറുണ്ട്. വെയിറ്റ് ചെയ്ത് കളിക്ക് നോട്ട് ചെയ്യേ പോയിട്ടില്ലേ ബാ. അപ്പൊ ഞാനും അച്ഛമ്മയും പോയിട്ട് വോട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി അമ്മ പഴയകാല ഓർമ്മകളെ കയറാന്ന് കേക്കാട്ടോ. ഷൗക്കത്തിനൊക്കെ എന്താ എത്ര വോട്ടിന് പോയില്ല. അമ്മേന്റെ അച്ഛൻ കാലം ഞങ്ങളാര് പറഞ്ഞാലൊന്നും അമ്മ പോരാറില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും മുന്നേട്ടം വിളിച്ചിട്ട് പോകുന്നില്ല. പക്ഷെ പിന്നെ അപ്പുട്ടേട്ടൻ വിളിച്ചപ്പോൾ അപ്പുട്ടേട്ടൻ പറഞ്ഞാൽ പിന്നെ അമ്മയ്ക്കൊരു മറുവാക്കില്ല. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ വോട്ട് ചെയ്യാൻ പോണ്. അത് ശരി. അമ്മക്ക് വോട്ട് ചെയ്യാൻ പോണ്. ഞാന് മോഹൻ ജോർജ് താമര. അതെ, അതിനെ ഞാൻ ചിലപ്പോ എനിക്ക് ഷൗക്കത്തിന്റെ മുഖം പാവം കണ്ടോ അയലോക്കാരനാണ് സ്വരാജ്. ഞാൻ ഈ സ്വരാജ് കുരാജിനൊക്കെ കണ്ടിട്ടന്നെ ഇല്ലല്ലോ. എവിടെ കണ്ടു? അവന്റെ വീട് ഏതാന്നൊക്കെ അറിയില്ല. തറവാടിന്റെ ഞാൻ ഒരു കാലത്ത് അതായത് നണ്ട തറവാട്ടിലുള്ളവരെ കാണുന്നില്ല. സുന്ദരം പറയുമ്പോഴായിരിക്കും അയലോക്കാരന് വോട്ട് കൊടുക്കണം. എനിക്കിപ്പോ ആർക്കും വോട്ട് കൊടുക്കാം. എന്റെ പിന്നെ എല്ലാം കുഞ്ഞിന്റെ കുട്ടികളെല്ലാം നിൽക്കണം. എന്നാ പിന്നെ കൊടുക്കാൻ ബാധ്യത എല്ലാ കാര്യവും. അങ്ങനെ അമ്മ പഴയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഏട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഈ ഭഗവാനെ തൊഴുതിട്ടേ പോകാറുള്ളൂ കേട്ടോ. അതൊരു ശീലമാണ് എൻ്റെ. അപ്പോൾ കണ്ണനെ തൊഴുതിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും നല്ലൊരു ആളെ നമുക്ക് തിരഞ്ഞെടുക്കട്ടെ. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആളെത്തിട്ടോ. നമുക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായിട്ട് മോൾ ട്യൂഷന് പോയതാണ്. മോനെ പിന്നെ കുറച്ച് നേരമല്ലേ വേണ്ടു. അടുത്തല്ലേ, അപ്പുറത്ത് രജൻ ചേച്ചി ഉണ്ട്. അപ്പോൾ അവരടുത്ത് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും ചെറിയമ്മ വന്ന് വോട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയമ്മയെ ഏട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴത്തേനും ബിച്ചൂട്ടൻ വന്ന് അവൻ്റെ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ അടങ്ങി നിൽക്കാറില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ഞമ്മളവിടെ കൊണ്ടുവരുന്നവരെ ഒരു ടാസ്ക്കാണ്. സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര പേരുന്നത്. ചെറിയൊരു ഷീവറിങ് ഉണ്ട് ആൾക്ക്. മോഹൻരാജിന് വോട്ട് കൊണ്ടാണ് അച്ഛനോട് ആരുടെ പേടിപ്പിക്കുന്നേ എന്നെ ഈ കാര്യത്തില് അവിടെ ഇരിക്കുക സീറ്റില് തീരെ ചെയ്യാണ്ടാണ്. അപ്പോഴേട്ടാ അമ്മക്ക് പേടിയാണ്. അങ്ങനെ ഞങ്ങളൊരുവിധം അമ്മയെ വണ്ടി കയറ്റി. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ വണ്ടിയിൽ കയറാനും പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെ. നല്ല ആക്റ്റീവായി അമ്മ പറയുന്നുണ്ടായിരുന്നു. പണ്ടത്തെ ഇലക്ഷൻ സമയത്തൊക്കെ എല്ലാ വീടുകളിലും പ്രചരണത്തിനൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ആളാണ്. അതുപോലെ ഈ ഒരു ഏരിയയിലെ എല്ലാ ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര മറവിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാതെയായിട്ട് ഇങ്ങനെ ടി വിയും കൂടി ഏട്ടനവിടെ കൊണ്ടുവച്ച് കൊടുത്തിട്ടാണ് ഗൾഫിലേക്ക് പോയത്. അപ്പോൾ അത് കൂടി ആയപ്പോൾ
ഭക്ഷണം കഴിക്കും, തിരിച്ചു പോയി അവിടെ കിടക്കും. അങ്ങനെ പിന്നെ അമ്മയ്ക്കൊരു സൺഡേക്കുള്ളൊരു അയൽക്കൂട്ടുണ്ട്, അപ്പം മാത്രമേ അമ്മ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് പോവുമായിരുന്നു. ഞങ്ങളെ റോഡ് എന്ന് പറഞ്ഞാൽ അതിവിശാലമായ നല്ല ഭംഗിയുള്ള ഒരു റോഡാണ്. കണ്ടോ, ഒരു കുഴിയിൽ നിന്ന് ഒരു കുഴിക്ക്. അത് കാരണം മൊബൈൽ കിടന്നിങ്ങനെ കുലുങ്ങുമായിരുന്നു. വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ 2 വണ്ടിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ അണ്ടർ പാസിൻ്റെ പണി കാരണം എല്ലാ ബസ്സുകളും ലോറികളൊക്കെ ഇതിലേ പോകണം കേട്ടോ. ഇതിൻ്റെ ഇത് അപ്പുറത്തന്നെ പാടാണ്. പാടം ഏകദേശം ഇടിഞ്ഞ് പൊളിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇതും കൂടി ഈ ഇലക്ഷനെ ബാധിക്കുമെന്ന് അറിയില്ല. കുറച്ച് പേരൊക്കെ വോട്ട് ബഹിഷ്കരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്, ഞാനും പോണില്ല എന്ന് വിചാരിച്ചത്. പിന്നെ ലാസ്റ്റ് ചാൻസിൽ എല്ലാവരും ഇങ്ങനെ വന്നിങ്ങനെ പറഞ്ഞപ്പം നമ്മൾ ചിലപ്പോൾ പോയില്ലെങ്കിൽ വേറെ ആൾക്കാർ ചിലപ്പോൾ നമ്മളൊരു വോട്ട് കൊണ്ടായിരിക്കാം മറ്റുള്ളവർ ജയിച്ചു പോണേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. നമ്മളുടെ ഒരു അവകാശം നമ്മൾ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ പോണ വഴിയിലൊക്കെ എല്ലാവരുടെയും ഫ്ലെക്സ് ഉണ്ട് കേട്ടോ. അത് സ്വരാജിൻ്റെ ഉണ്ട്, ഷൗക്കത്തിൻ്റെ ഉണ്ട്, എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ ആളുകളൊക്കെ പോകുന്നുണ്ട്. മഴയൊന്നും ആരും ബാധിച്ചിട്ടൊന്നുമില്ല. എല്ലായിടത്തും നല്ല എല്ലാവരും ഫ്ലെക്സും കൊടികളും ഒക്കെ വെച്ച് നന്നായിട്ട് അലങ്കാരം ചെയ്തിട്ടുണ്ട്. ആരും മറക്കണ്ട എന്നുള്ള രീതിയിൽ സ്വരാജേട്ടൻ വഴിയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശരിക്കും നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഇത് ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്ത് തിരിച്ചു വരുന്ന ആൾക്കാരെയും കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ അടുത്തുള്ളവർ തന്നെയാണ്. അപ്പോൾ അവരോട് ചോദിക്കുകയാണ് ആർക്കാ ചെയ്തത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ മുദീരി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബൂത്ത് ഉണ്ട്, പക്ഷെ നമുക്ക് കുറച്ച് അപ്പുറത്തൊരു മദ്രസയിലാണ് ഞങ്ങൾക്ക് വോട്ട്. അത് ഓരോ ഏരിയ തിരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളുടെ 204 ബൂത്ത് നമ്പറിലാണ്. കുറച്ചുകൂടി മുന്നിലേക്ക് പോകണം. അങ്ങനെ ഇവിടെയാണെങ്കിൽ സുഖമായിരുന്നു, പക്ഷെ കുറച്ചുകൂടി അധികം ദൂരമൊന്നുമില്ല. ഇത്തിരിയും കൂടി ഒരു 100 മീറ്ററും കൂടി അപ്പുറത്തൊരു മദ്രസയുണ്ട്, അവിടെയാണ്. ഇവിടെ നല്ല ബ്ലോക്കുണ്ട്. രാവിലെ തന്നെ നല്ല ചാനലുകാരും പോലീസും ആൾക്കാരും നല്ല ബഹളമായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കുണ്ട്. നമുക്ക് കുറച്ചുകൂടി അപ്പുറത്താണ്. നല്ല പോളിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇതാണ് മുദീരി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. നല്ല രസമായി. ഇവിടെ 1-2 ചായക്കടകളൊക്കെ ഉണ്ട്. ഈവനിങ്ങിൽ ഇവിടെ എല്ലാവരും വന്ന് ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ വരും. ഞാനും ശിവി ഒരു ദിവസം രാത്രി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ. നല്ല രസമുള്ള സ്ഥലമാണ്. ഇവിടെ എത്തിയപ്പോഴും ഓർമ്മ, എൻ്റെ സ്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പിന്നെ അവരുടെ നിന്ന് ഞാൻ മേടിക്കാൻ നിന്നു കേട്ടോ. സ്ലിപ്പ് എനിക്ക് എഴുതി തന്നു. കുന്നത്തൊടി അങ്ങനെ സ്ലിപ്പ് മേടിച്ച് ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നു. പിന്നെ അമ്മ വയ്യാത്ത ആളും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ വണ്ടി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അപ്പോൾ ആൾ വോട്ട് ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ഷൻ വേണ്ടിയില്ലായിരുന്നു, വയ്യാത്തവർക്ക് ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ പോയി. കാരണം അമ്മ വീണ കാര്യങ്ങളൊക്കെ പറയണം. അമ്മയ്ക്ക് വീഴോ എന്നുള്ള പേടിയൊക്കെയാണ്. അപ്പോൾ വീണെങ്കിലോ എന്നുള്ളൊരു പേടി. പിന്നെ ഇപ്പോഴും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തിരക്കുണ്ട്. നമ്മളുടെ ഫോൺ അവിടെ അവർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ പിന്നെ എലക്ഷൻ നടക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ അലൗഡ് അല്ല. പോലീസ് അവിടെ മേടിച്ച് വയ്ക്കും. അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകാം. നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അമ്മ കുറേ ആയി പുറത്തിറങ്ങിയിട്ട്. ഇപ്പം നാൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങിയതാണ്, പിന്നെ ഇറങ്ങിയിട്ടില്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുക കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അപ്പം എന്നോട് ചോദിക്കുക ആർക്കാ വോട്ട് ചെയ്തെന്ന് കയ്യെ തൊട്ട് പറയുന്നുണ്ട് കേട്ടോ ഏട്ടൻ. പക്ഷെ ഞാൻ പിടികൊടുത്തിട്ടില്ല. നമ്മൾ പറയാൻ പാടില്ലല്ലോ, അത് കാരണം പറഞ്ഞില്ല. ഓക്കേ. പിന്നെ എന്നെ അറിയുന്നവർക്കൊക്കെ അറിയുന്നതുകൊണ്ട് ആൾക്കറിയാം ഞാൻ എന്താ ചെയ്യാന്ന്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇപ്പോഴത്തെ നിലവിൽ ഓരോ സാഹചര്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയാണ് കേട്ടോ.
ഇപ്പോൾ ഒരുപാട് മാറ്റം നമ്മുടെ നാട്ടിൽ ആവശ്യമാണ്. മാറും, ഭാവിയിൽ മാറുമായിരിക്കും. പക്ഷെ നമ്മളുടെ മൈൻഡിലൊരു കാര്യം ഉണ്ടാവുമല്ലോ, അത് നമുക്കങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ പിന്നേട്ടൻ അങ്ങനെ എന്നെ അങ്ങനെ ഫോഴ്സ് ചെയ്യാറൊന്നുമില്ല. ആൾ പറയും ഓരോരുത്തരുടെ അവകാശമല്ലേ, നീ നിനക്ക് ഇഷ്ടമുള്ള ചിന്ത ചെയ്തു എന്ന് പറയും. അത്രയേ ഉള്ളൂ. അപ്പം അമ്മയുടെ വോട്ട് ഏട്ടനാണ് ചെയ്തത് കേട്ടോ. നമ്മളവിടെ ചെന്ന് ഒരു ഫോം ഫില്ല് ചെയ്തു, സൈൻ ചെയ്ത് കൊടുത്തു. അപ്പം അമ്മയുടെ കയ്യുമ്മ അല്ല മഷി വെച്ചത്, ഇങ്ങനെ ആളുടെ 2 കൈയിലും കൂടി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് പകരം അമ്മയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ വിറയ്ക്കുകയും, അപ്പോൾ അത് കാരണം നമ്മളവിടെ വീഴുമെങ്കിലും പുറകേക്ക് വീണാലോ വെച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്ത ഡൗട്ട് വേണ്ട, അപ്പോൾ ഏട്ടൻ തന്നെ ചെയ്തോട്ടെ വിചാരിച്ചിട്ട് നമ്മുടെ വോട്ട് ആൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഈ ബൂത്തിൻ്റെ ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് അങ്ങനെ പോരുന്ന വഴിക്ക് നമ്മുടെ ഒരു റിലേറ്റീവ്സ് കൂടി ഉണ്ടായിരുന്നു. അവരെയും കൂടിയും കണ്ടപ്പോൾ അവരെയും കൂടിയും കയറ്റി. അപ്പോൾ നമ്മൾ വീട്ടിലിറക്കിയിട്ട് വേണം അവരെ വീട്ടിൽ കൊണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ അമ്മ വോട്ടിന് പോയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അമ്മേൻ്റെ വോട്ട് അപ്പോഴാണ് ചെയ്തത് കേട്ടോ. ഉള്ളിൽ കയറുമ്പോൾ ഫോൺ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അലോഡ് അല്ലാത്തതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ. മോളെ സ്കൂളിൽ നിന്ന് ട്യൂഷൻ വയ്ക്കുകയാണ്, അപ്പോൾ അവളെ കൂട്ടാൻ പോകണം. പോയിട്ട്